നിലമ്പൂർ നഗരസഭയിലെ കരാർ പ്രവൃത്തികളിൽ നഗരസഭയിലെ ഉപജാപ സംഘം ഇടപെടുന്നതായി നഗരസഭ മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഇതിന്റെ ഉദാഹരണമാണ് മീ ബൈപ്പാസിൽ ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നതെന്നും സലീം പറഞ്ഞു. കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിലെ LDFന്റെ ഭരണസമിതി നമ്മുടെ നിലമ്പൂരിലെ മിനി ബൈപ്പാസിൻ്റെ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് ഏകദേശം 7 ലക്ഷം രൂപയാണ് അതിന് LDF മുനിസിപ്പാലിറ്റി മാറ്റിവെച്ചത്. അതിൻ്റെ ടെൻഡർ നടപടികൾ വളരെ സുതാര്യമായ രീതിയിൽ ഈ ടെൻഡർ വഴി സിൽക്കാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് ദൃശ്യമാധ്യമങ്ങൾ കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വർക്കുകൾ, അതായത് പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട വർക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ LDFന്റെ ഭരണസമിതി ഈ ടെൻഡർ വഴിയാണ് കമ്പനികൾക്ക് നൽകിയിട്ടുള്ളത്. ഈ കമ്പനികളെ സ്വാധീനിച്ച് നിലമ്പൂരിലെ ചില കോൺട്രാക്ടർമാർക്ക് വേണ്ടി ചെയർപേഴ്സണും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഒരു കോൺഗ്രസ് കൗൺസിലറും ഒരു ഉപജാപക സംഘം അവിടെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള കോൺട്രാക്ടർമാരുടെ വണ്ടികളിലാണ് ചെയർപേഴ്സണും അതുപോലെ തന്നെ ഈ പറയുന്ന കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന മുസ്ലിം ലീഗിൻ്റെ രോഷപ്രകടനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. UDFന്റെ ഭരണസമിതിയിലുള്ള ഒരു UDFന്റെ പ്രധാന ഘടകകക്ഷി നേതാക്കൾ തന്നെ ഇത്തരത്തിലൊരു അഴിമതി ആരോപണം ആ ഭരണസമിതിക്ക് എതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ വലിയ കമ്പനികളെടുത്ത വർക്കുകളൊക്കെ തന്നെ മറ്റുള്ള കോൺട്രാക്ടർമാരിൽ നിന്നും എന്തായാലും പറയാം അഴിമതി ചെയ്തുകൊണ്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണും ആ ഭരണസമിതിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ മേലെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധം, ഈ ജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളൊക്കെ തന്നെ അഴിമതി നിറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ് മുനിസിപ്പാലിറ്റിയിൽ കണ്ടുവരുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ UDFന്റെ ഒരു ഘടകകക്ഷി തന്നെ വന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ LDF നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തന്നെ ഓരോന്നും ഇത്തരത്തിലുള്ള അഴിമതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ചെയർപേഴ്സണും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമൊക്കെ ഇതിന് മറുപടി പറയണം. UDFലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൽ നിന്നും തന്നെ ഇക്കാര്യത്തിൽ അഴിമതി ആരോപണം നഗരസഭ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. മുൻ ഭരണസമിതി ഈ ടെൻഡർ വഴി സിൽക്കിന് കരാർ നൽകിയ പ്രവൃത്തിയിലാണ് ഈ ഭരണസമിതി ഇത്തരത്തിൽ ചില കരാറുകൾക്ക് വേണ്ടി അഴിമതി നടത്തുന്നതെന്നും ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇതിന് മറുപടി പറയണമെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. SS Gold, pure gold. SS Group, നിലമ്പൂർ.